ഫുള്ള് ദിവസം കറങ്ങി നടന്ന് ഓരോ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ തെണ്ടി നടക്കാം. ഇങ്ങനെ തെണ്ടി നടന്നുകൊണ്ട് തന്നെ ആ ജീവികൾ വന്ന് കൺട്രോൾ ചെയ്തിട്ടെങ്കിലും ഒന്ന് നിൽക്കട്ടെ വിചാരിച്ചിട്ട് പോയി ഈ ഇങ്ങനെ നടക്കണ സമയം വീട്ടിൽ നിന്ന് രണ്ടക്ഷരം പഠിക്കുന്നെങ്കിൽ കുറച്ച് ബുദ്ധി വിവരമുണ്ടാവൂലേ. ഇതിങ്ങനെ നാട് നീളെ നടക്കുക. നമ്മക്കോടെ ഈ കാലമാടനൊക്കെ കാണാനുള്ള ആവേശം സ്കൂളിൽ പോവാണ്ടായിരുന്നെങ്കിലോ എന്റെ കുട്ടി സ്കൂളിൽ പോവാണ്ടായിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടുമായിരുന്നു. കുറച്ച് മാർക്കെങ്കിലും കിട്ടി ജീവിതത്തിൽ രക്ഷപ്പെടും. ഇതൊന്നുമില്ല. ഇത് ജീവിനെ കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ എല്ലാവരും അതിന്റെ പിന്നാലെ പോയിക്കോ. എന്റെ ഫ്രണ്ട്സും അതിന്റെ പിന്നാലെ ജീവി എന്നെ പിടിച്ചുകൊണ്ടേരില്ലേ. എനിക്ക് ഒരു അത്ഭുതമില്ല. കാരണം കുറച്ച് പഠിച്ചോനും പേടിയുള്ളവരത്തൊക്കെ അങ്ങനത്തെ ജീവികളൊന്നും വന്ന് കൂടൂല. ഇത് ഓതുമില്ല, നിസ്കാരവുമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. സാധാരണ ആൾക്കാരുടെ കർമ്മം കൊണ്ടുള്ള പ്രകാശം കൊണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ പോവുക ചെയ്യാം. അതിൻ്റെ അടുത്തൊക്കെ വന്ന് ചേരുക ചെയ്യാം. കാരണം എനിക്ക് അങ്ങനെ നടക്കണത്. സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടു. അതിന്റെ റൂമിനെ കാട്ടി വൃത്തിയുണ്ട് ആ വാറ്റിനൊക്കെ. അത് വിചാരിച്ചിട്ടുണ്ടാവും ഇനി വൃത്തിയില്ലാത്തൊരു ജീവിനെ ആളുടെ അയച്ച് കൊണ്ടേത്. അതിന്റെ റൂം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റുകൾ കയറൂല. ലൈറ്റുകൾ ആദ്യമായിട്ട് റൂം കണ്ടിരുന്നെങ്കിൽ ലൈറ്റുകൾ കയറൂല. ഇനിയിപ്പോ ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ലൈറ്റിന്റെ ബൾബ് മിന്നി കളിപ്പിച്ചിട്ടാണ് ഇനിയിപ്പോ സിഗ്നൽ തരുന്നത്. കറണ്ട് ബില്ല് വന്നാൽ ആരും അടക്കണ്ടാവൂല. കറണ്ട് ബില്ല് ഒന്നും ഈ ഡെമോഗോഡനോ കൂടെ ലൈറ്റുകളോ ഒന്നും അടക്കണ്ടാവൂല. കറണ്ട് ബില്ല് ഞാൻ അടക്കുക. ഇതിങ്ങനെ മിന്നി കളിപ്പിച്ചാൽ മതിയല്ലോ. ആർക്കും അതൊന്നും അറിയണ്ട. കറണ്ട് ബില്ല് വന്നാല് ഇനിയിപ്പോ 1 ലക്ഷം വരെയായിരിക്കും ഈ മാസം. 1 ലക്ഷം കറണ്ട് ബില്ല് ഇനിയിപ്പോ അതും ഞാൻ അടക്കേണ്ടി വരും. ഈ ഡെമോഗോഡനും വാക്കിനൊക്കെ ഐറ്റുകളത് കഴിഞ്ഞാൽ ഐറ്റുകൾ പോകും. പക്ഷെ റിസൾട്ട് വരുമ്പോ അപ്പൊ ഈ കാണുന്ന ആവേശം ഒന്നും റിസൾട്ട് വരുമ്പോ ആർക്കും ഉണ്ടാവൂല. റിസൾട്ട് വരുമ്പോ പിന്നെ പറയാലോ ഞാൻ ഇതിന്റെ പിന്നാലെ ആയതുകൊണ്ടാണ്, ഞാൻ അവിടെ പെട്ടുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വരണ്ട. അത് പറയാന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട.